സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കാത്തതിൽ ഹൈക്കോടതി വിമർശനം. സംസ്ഥാന സർക്കാരിനും ചാൻസലർക്കുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. സ്ഥിരം വിസിമാരില്ലാത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമല്ല. പ്രശ്നം പരിഹരിച്ച് സ്ഥിരം വിസിമാരെ നിയമിക്കാൻ നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. മുജ്തബ, നിർണായകമായ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ വിഷയത്തിൽ? ഇത് ഇന്നലെ ഈ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ചിന്റെ മുന്നിലുള്ള ഒരു ഹർജിയിലാണ് മോഹനൻ കുന്നുമ്മലിന് അധിക ചുമതല, കേരള വിസിയുടെ അധിക ചുമതല നൽകിയ ആ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രണ്ട് ഇടത് സെനറ്റ് മെമ്പർമാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. അതിന്റെ ഉത്തരവിന്റെ കോപ്പിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ കോപ്പിയിൽ ഈ സംസ്ഥാനത്തെ 13 യൂണിവേഴ്സിറ്റികളിൽ 12ലും സ്ഥിരം വിസിമാരില്ലാത്തതാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ക്ഷീണിപ്പിക്കുന്ന രൂപത്തിലുള്ള നടപടിയിലേക്ക് പോകുമെന്ന ഒരു മുന്നറിയിപ്പും ഒരു അതൃപ്തിയും കോടതി പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 13ൽ 12 സർവകലാശാലകളിലും സ്ഥിരം വിസിമാരില്ല. അത് ഗുരുതര സാഹചര്യമാണ്. ഇത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളുണ്ട്. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ അതോറിറ്റീസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷനിൽ ബന്ധപ്പെടുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. അത് ചാൻസലർ, അതിന്റെ ഗവർണർ അതിന്റെ ചാൻസലറാണ്. വൈസ് ചാൻസലറും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ഭരണപരമായ നേതൃപങ്ക് വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഈ വിഷയം ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാകുന്ന രൂപത്തിൽ പ്രശ്നം പരിഹരിച്ച് സ്ഥിരം വിസിമാരെ നിയമിക്കാൻ നടപടിയെടുക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ, അതാണ് ഏറ്റവും പ്രയോറിറ്റി ആയി വരേണ്ടത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ക്ഷീണിപ്പിക്കുന്ന നടപടികളിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് നിരന്തരം അത് സ്ഥിരം വിസിയുടെ കാര്യത്തിലാണെങ്കിലും അതല്ല താൽക്കാലിക വിസി നിയമനമാണെങ്കിൽ പോലും ഹൈക്കോടതിക്ക് മുമ്പിൽ നിരവധിയായ പെറ്റീഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരിക്കലും ഗുണകരമാകില്ല എന്നതുൾപ്പെടെയാണ് ആ വിമർശനത്തിന്റെ കാതൽ. അമൃത. ശരി മുജ്തബ.